ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അർത്തുങ്കൽ ബീച്ചിലാണ്. നമ്മൾ ആദ്യം കാണാൻ പോണത് അർത്തുങ്കൽ പള്ളിയാണ്. പള്ളി കണ്ടതിന് ശേഷം നമ്മുടെ ജൂനിയേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഈ ഒരു ബീച്ചിലോട്ട് വരുന്നത്. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണം. നമ്മളൊരു തുടക്കം മാത്രമാണ്, കാരണം കുറെ നാളെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഒരു തുടക്കത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. നമ്മള് അർത്തിങ്കപ്പുള്ള ഫ്രണ്ടിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് നമ്മളെ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഉണ്ടാക്കി വീഡിയോ എടുക്കണില്ല. പതുക്കെ നമ്മുടെ അടുത്ത് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും മാത്രം എടുക്കണുള്ളൂ. അകത്തേറി വീഡിയോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണം. നമ്മൾ ഇതിനു മുമ്പ് പെർമിഷൻ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തോട്ടൊന്നും കയറണില്ല. ജസ്റ്റ് പുറത്തുനിന്നുള്ള വിഷ്വലും കാര്യങ്ങളും മാത്രമായിരിക്കും. പിന്നെ ഇതിന്റെ ഇവിടുത്തെ ഡീറ്റെയിൽസ്, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ വിഷ്വൽസ് കാണിക്കുന്ന സമയത്ത് പറയാനുണ്ടാവും. അർത്തുങ്കൽ പള്ളി വെറും ഒരു ക്രിസ്ത്യ ദേവാലയം മാത്രമല്ല, ശബരിമല ദർശനം കഴിഞ്ഞ് അയ്യപ്പ ഭക്തന്മാര് മാലൂരാനെത്തുന്ന ജാതിഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ലോകത്തിലെ തന്നെ അപൂർവമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1581 പോർച്ചുഗീസ് മിഷണറിമാര് അറബിക്കടലിന്റെ തീരത്തെത്തുന്നതോടുകൂടിയാണ് ചരിത്രം തുടങ്ങുന്നത്. 1581 പുറക്കാട് രാജാവിന്റെ കയ്യിൽ നിന്ന് പള്ളി പണിയാനുള്ള അനുമതി ലഭിക്കുകയും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പള്ളി പണിയാനുള്ള എല്ലാ സഹായങ്ങളും ഈ രാജാവ് ആ ഒരു കാലത്ത് ചെയ്തു കൊടുത്തിരുന്നു. അവിടുന്നാണ് ഈ ഒരു മതസഹകാരത്തിന്റെ തുടക്കം. ആയിരത്തി 1584 ഫാദർ ഫെനീഷ്യോ വികാരിയായിട്ട് അർത്തുങ്കലിൽ സ്ഥാനമേറ്റ്. അദ്ദേഹം വെറും ഒരു പുരോഹിതൻ മാത്രമായിരുന്നില്ല, ആയോധന കലകളിലും സംസ്കൃതത്തിലും വളരെ അറിവുള്ള ഒരാളായിരുന്നു. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന് അദ്ദേഹം അടിത്തറയിട്ടു. അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹത്തിന് വലിയൊരു ആത്മബന്ധം ഉണ്ടാവുകയും അങ്ങനെ അവിടുത്തെ ജനങ്ങളാണ് അദ്ദേഹത്തിനെ സ്നേഹത്തോടെ വെളുത്തച്ഛൻ എന്ന് വിളിച്ചു. 1600കളിൽ അദ്ദേഹം കല്ലും കരിങ്കല്ലും കൊണ്ട് പള്ളി പുനർനിർമ്മിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 1647 കൂടിയാണ് അദ്ദേഹം മരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പഴയ പള്ളി. അപ്പൊ അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത് ഈ പള്ളിയുടെ അകത്ത് തന്നെയാണ് കേട്ടോ. ഐതിഹ്യപ്രകാരം അയ്യപ്പൻ ചേർത്തലയിലെ ചീരപ്പഞ്ചിറ എന്ന തറവാട്ടില് അഭ്യാസ കലകൾ, ആയുധനകൾ അഭ്യസിക്കാൻ വേണ്ടി വരുമായിരുന്നെന്നും അങ്ങനെ വെളുത്തച്ഛനുമായിട്ട് സൗഹൃദത്തിലാവുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അവർ തമ്മിൽ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നുവെന്നും കഥകൾ പറയുന്നു. വെളുത്തച്ഛന്റെ മരണശേഷം 1647 ഇറ്റലിയിലെ മിലാനിൽ നിന്ന് പുണ്യാളന്റെ രൂപം, അത്ഭുത രൂപം ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ പുണ്യാളന്റെ രൂപത്തെയും വെളുത്തച്ഛനെന്ന് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്ന അയ്യപ്പ ഭക്തന്മാര് അർത്തുങ്കൽ പള്ളിയിലെത്തി മാലയുരുന്നു. തങ്ങളുടെ നാഥന്റെ, അതായത് അയ്യപ്പന്റെ സുഹൃത്തായ വെളുത്തച്ഛനെ കണ്ട് അനുഗ്രഹം വായിക്കുക എന്നൊരു വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത്. ദൈവങ്ങൾക്ക് ജാതിയിൽ എന്നൊരു വലിയൊരു സന്ദേശമാണ് അയ്യപ്പ വെളുത്തച്ഛൻ ബന്ധം കൊണ്ട് പറയുന്നത്. നമ്മുടെ ജൂനിയേഴ്സ് കൂടെ ഉണ്ട്, അവർക്ക് ബീച്ചിൽ പോണെന്നാ പറയണത്. എവിടെ പോകണ്ടത് നിങ്ങക്ക്? നോക്കി എവിടെ നോക്ക്, ബീച്ചിൽ പോണോ? ബീച്ചിൽ പോണോ? ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ പുതുവൈപ്പ് ബീച്ചിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായി കുറച്ചാൾ മുന്നേ. ആ ബീച്ചിലേക്കാണ് അതേ ഒരു വിഷ്വൽ സ്റ്റൈലുള്ളൊരു ഭാഗവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അർത്തുങ്കൽ. കാറ്റാടിമരമാണ് ബീച്ചിൽ. കാറ്റാടിമരം നിൽക്കും, ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ തന്നെ സൺസെറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് വീഡിയോകൾക്ക് ശേഷം നമ്മുടെ കേരള വ്ലോഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് മുമ്പുള്ള കുറച്ച് സാമ്പിൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നേരെ പോണത് ഒരു ഐലൻഡിലോട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ഒരു ഐലൻഡാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. ആ ഹിഡൻ സ്പോട്ട് കാണാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോന് ശേഷം പോകാൻ പോണത്. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.